നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി മുണ്ടേരി പഞ്ചായത്ത് തല പ്രഖ്യാപനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യം എന്നുള്ള രീതിയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറി അതിനോടൊപ്പം അവിടെ പഠിക്കാനുള്ള നല്ല രീതിയിലുള്ള അന്തരീക്ഷവും സൃഷ്ടിക്കുക എന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിന് കീഴിലുള്ള പൊതുവിദ്യാലയവും അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ എല്ലാ ചെറിയ സ്കൂളുകളെയും നമ്മുടെ മുദ്ര എന്റെ വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരിക്കണം, സമഗ്രവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അത് കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭാരവും ഇല്ലാത്ത രീതിയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുക. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പൊ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല വിദ്യാഭ്യാസം എങ്ങനെ ലഭ്യമാക്കും എന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീലത സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ പദ്ധതി ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കണ്ണൂർ നോർത്ത് BPC KC സുധീർ പദ്ധതി വിശദീകരണം നടത്തി. AO ഇൻചാർജ് PC ലതീഷ് ബാബു, വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ P ഗീത ടീച്ചർ, BRC ട്രെയിനർ EC അതുൽ കൃഷ്ണൻ, മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്രധാന അധ്യാപിക റംലത്ത് BV തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.